അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 30 വ്യാഴാഴ്ച. സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതി താരതമ്യപ്പെടുത്തി നീതി ആയോഗ് നടത്തിയ റാങ്കിങ്ങിൽ 2022-23 പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് 18-ൽ 15-ാം സ്ഥാനമെന്ന് റിപ്പോർട്ടുകൾ. വരുമാനം മെച്ചപ്പെടുത്താനായെങ്കിലും ചെലവുകൾ ഗുണപരമല്ലെന്നും ബാധ്യതകൾ കൂടുതലാണെന്നുമാണ് നീതി ആയോഗിന്റെ വിലയിരുത്തൽ. 2014-15 മുതൽ 16-ാം റാങ്കിലായിരുന്ന കേരളം ഒരു സ്ഥാനം മുന്നിലായെങ്കിലും സംസ്ഥാനങ്ങളെ 4 വിഭാഗങ്ങളായി വേർതിരിക്കുമ്പോൾ ഏറ്റവും പിന്നിലുള്ള ആസ്പിരേഷണൽ വിഭാഗത്തിലാണ് ഇപ്പോഴുള്ളത്. ഒഡീഷ, ഛത്തീസ്ഗഡ്, ഗോവ, ജാർഖണ്ഡ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളാണ് മുന്നിൽ. ഒഡീഷയുടെ സ്കോർ 67.8 ആണ്. കേരളത്തിന്റേത് 25.4. പാലക്കാട് ബ്രൂവറി വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതീവ രഹസ്യമെന്ന് പറഞ്ഞ് പുറത്തുവിട്ട ക്യാബിനറ്റ് നോട്ട് 13 ദിവസം മുൻപ് ഗവൺമെന്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതാണെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. അതിന് ഒരു രഹസ്യ സ്വഭാവമില്ലെന്നും കള്ളത്തരം പൊളിഞ്ഞാലെങ്കിലും പ്രതിപക്ഷ നേതാവിന് അല്പം ജാള്യതയാവാമെന്നും അപവാദം ഭയന്ന് പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോവില്ലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മന്ത്രിസഭ പ്രാരംഭ അനുമതി നൽകിയ പാലക്കാട് എലപ്പുള്ളിയിലെ ബ്രൂവറി പ്ലാന്റിനായി ഒരു തുള്ളി ഭൂഗർഭജലം പോലും എടുക്കില്ലെന്നും ഇതുകൂടാതെ പ്ലാന്റിൽ 5 ഏക്കർ ഭൂമിയിൽ ജലസംഭരണി നിർമ്മിക്കുമെന്ന കാര്യം പ്രൊപ്പോസലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ബ്രൂവറി വിഷയത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നിലപാടിനെതിരെ അഭിപ്രായം ഉയർന്നെങ്കിലും സർക്കാരിനൊപ്പം നിൽക്കാൻ JDS നേതൃയോഗത്തിൽ തീരുമാനം. കെ കൃഷ്ണൻകുട്ടി മാറണമെന്ന് 9 ജില്ലാ കമ്മിറ്റികൾ ആവശ്യപ്പെട്ടെങ്കിലും മന്ത്രിയെ മാറ്റില്ലെന്നും മന്ത്രിമാറ്റ ചർച്ച അനുവദിക്കില്ലെന്നും മാത്യു ടി തോമസ് നിലപാടെടുത്തു. സംസ്ഥാനത്തെ 30 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 24-ന് നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു. വയനാട് ഒഴികെയുള്ള 13 ജില്ലകളിലായി ഒരു കോർപ്പറേഷൻ വാർഡ്, 2 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 24 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവയിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ്. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് പഠനം തുടരാൻ അനുമതി. ഇവർക്ക് വെറ്ററിനറി സർവകലാശാലയുടെ മണ്ണൂത്തി ക്യാമ്പസിൽ പഠനം തുടരാമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു. സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന വെറ്ററിനറി സർവകലാശാലയുടെ ഹർജി ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചില്ല. തുടർ പഠനത്തിന് പ്രതികളായ വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാനും കോടതി നിർദ്ദേശം നൽകി. മാധ്യമപ്രവർത്തകർ വേട്ടയാടപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുമ്പോൾ മാധ്യമപ്രവർത്തകർക്ക് കേരള സമൂഹത്തിൽ മികച്ച സ്വീകാര്യത ലഭിക്കുന്നതായി നിയമസഭാ സ്പീക്കർ AN ഷംസീർ. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മാധ്യമ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹോമിയോ മരുന്നുകൾ നിർമ്മിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ ഹോംകോയ്ക്ക് അനുവദിച്ച സ്പിരിറ്റിന്റെ പെർമിറ്റ് നഷ്ടപ്പെട്ടു. 20,000 ലിറ്റർ സ്പിരിറ്റിന്റെ പെർമിറ്റാണ് നഷ്ടപ്പെട്ടത്. സ്പിരിറ്റ് കിട്ടാതായതോടെ മരുന്നുകളുടെ ഉത്പാദനം സ്തംഭിച്ചു. പെർമിറ്റ് നഷ്ടപ്പെട്ട സംഭവം ഗൌരവമുള്ളതാണെന്നും വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട തൊഴിലാളി സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഗുജറാത്ത് മുന്ദ്ര തുറമുഖത്തിന്റെ മാതൃകയിൽ വിഴിഞ്ഞത്ത് പ്രത്യേക സാമ്പത്തിക മേഖല വികസിപ്പിക്കാൻ പദ്ധതിയുണ്ടെന്ന് അദാനി സ്പോർട്സ് സെസ് കണ്ടെയ്നർ ബിസിനസ് മേധാവി ഹരികൃഷ്ണൻ സുന്ദരം പറഞ്ഞു. വിഴിഞ്ഞം കോൺക്ലേവിന്റെ 2ാം ദിനത്തിൽ തുറമുഖത്തിനപ്പുറം വിഴിഞ്ഞം കേരളത്തെ ആഗോള സാമ്പത്തിക ശക്തി കേന്ദ്രമാക്കി മാറ്റുന്നു എന്ന സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് യാത്ര പുറപ്പെടുന്ന തീർത്ഥാടകരിൽ നിന്ന് വിമാനയാത്ര ഇനത്തിൽ അധിക തുക ഈടാക്കുന്ന വിഷയത്തിൽ അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നസീം അഹമ്മദുമായി കൂടിക്കാഴ്ച നടത്തി. ഇത്തവണ യാത്ര പുറപ്പെടുന്ന തീർത്ഥാടകർ സമർപ്പിച്ച ഭീമൻ ഹർജിയിലെ ആവശ്യങ്ങൾ സിഇഒയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ തന്നെ 100 വർഷം ശിക്ഷിക്കണമെന്ന് പ്രതി ചെന്താമര കോടതിയിൽ. പരുക്ക് വല്ലതും ഏറ്റിട്ടുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തോടാണ് പ്രതിയുടെ പ്രതികരണം.
മുൻ വൈരാഗ്യം വെച്ച് ആസൂത്രണത്തോടെ നടത്തിയ കൊലയെന്നാണ് സംഭവത്തിൽ പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. മനസ്താപമില്ലാത്ത കുറ്റവാളിയാണ് പ്രതിയെന്നും തന്റെ പദ്ധതി കൃത്യമായി നടപ്പാക്കിയതിന്റെ സന്തോഷം പ്രതിക്കുണ്ടെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. ജനുവരിയിലെ ഭക്ഷ്യധാന്യങ്ങൾ 2 ദിവസത്തിനകം റേഷൻ കാർഡുടമകൾ കൈപ്പറ്റണമെന്ന് മന്ത്രി GR അനിൽ. ജനുവരിയിലെ വിതരണത്തിനാവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ എല്ലാ റേഷൻ കടകളിലും ഉണ്ടെന്നും റേഷൻ കടകളിൽ സ്റ്റോക്കില്ലെന്നും കടകൾ കാലിയാണെന്നുമുള്ള ചില മാധ്യമ വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്നും മന്ത്രി അറിയിച്ചു. വട്ടിയൂർക്കാവിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂൾ ബസിനുള്ളിൽ കത്തിക്കുത്ത്. നെട്ടയത്തെ സ്വകാര്യ സ്കൂളിന്റെ ബസിൽ വെച്ച് +1 വിദ്യാർത്ഥി 9ാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് കുത്തി പരിക്കേൽപ്പിച്ചത്. നെട്ടയം മലമുകളിൽ വച്ചാണ് ബസിനുള്ളിൽ ആക്രമണം നടന്നത്. കുത്തേറ്റ വിദ്യാർത്ഥിയെ ഉടനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു. കുത്തിയ വിദ്യാർത്ഥി വട്ടിയൂർക്കാവ് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. വേനൽക്കാലത്ത് വന്യമൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കാൻ പദ്ധതിയുമായി സർക്കാർ. മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി 3 ഘട്ടങ്ങളിലായി നടപ്പിലാക്കുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. ഇതിനായി 50 ലക്ഷം രൂപ ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേക ഫണ്ടായി അനുവദിച്ചു. സ്ത്രീയും പുരുഷനും തുല്യരല്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ വിവാദ പരാമർശത്തെ ന്യായീകരിച്ച് SYS നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂർ. ഇസ്ലാമിൽ ഒരു സ്ത്രീ എങ്ങനെയാവണമെന്ന് മുസ്ലിങ്ങൾ തീരുമാനിക്കുമെന്നും അത് അംഗീകരിക്കേണ്ടവർ അംഗീകരിച്ചാൽ മതിയെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു. സ്ത്രീകൾക്ക് അവരുടേതായ പരിമിതികളുണ്ടെന്നും തുല്യനീതിയാണ് വേണ്ടതെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു. ഫെബ്രുവരി 3 അർദ്ധരാത്രി മുതൽ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ KSRTC ജീവനക്കാർ ഒരു ദിവസത്തെ പണിമുടക്ക് നടത്തുമെന്ന് TDF സംസ്ഥാന പ്രസിഡന്റ് തമ്പാനൂർ രവി മുൻ MLA അറിയിച്ചു. KSRTC ജീവനക്കാരെ മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് TDF സമരത്തിലേക്ക് പോകുന്നത്. അതിനാൽ രാഷ്ട്രീയത്തിന് അതീതമായ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്നും തമ്പാനൂർ രവി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് കനത്ത ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. താപനില ഉയരുന്നത് മൂലമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സ്വയം പ്രതിരോധം വളരെ പ്രധാനമാണ്. രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും കുഞ്ഞുങ്ങൾ, പ്രായമായവർ, ഗർഭിണികൾ, ഗുരുതര രോഗമുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു. സംസ്ഥാനത്തെ സിവിൽ സർവീസ് മേഖലയിൽ അഴിച്ചുപണി. PB നൂഹ്, ശ്രീറാം വെങ്കിട്ടരാമൻ, ഡോക്ടർ അദീല അബ്ദുള്ള തുടങ്ങിയ മുതിർന്ന IAS ഉദ്യോഗസ്ഥർക്കാണ് മാറ്റം. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ PB നൂഹ് IAS ഗതാഗത വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി നിയമിച്ചു. കൃഷി വികസന കർഷകക്ഷേമ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ അദീല അബ്ദുള്ളയെ സാമൂഹിക നീതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായും ശ്രീറാം വെങ്കിട്ടരാമന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ഡയറക്ടറുമായാണ് നിയമനം. പുതിയ UGC കരട് ഭേദഗതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ സീറോ മലബാർ സഭ. പുതിയ കരട് ഭേദഗതി ന്യൂനപക്ഷ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നും ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണെന്നും സഭാ നേതൃത്വം വ്യക്തമാക്കി. സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഖ്യമന്ത്രിയുടെ ചിത്രമുള്ള കൂറ്റൻ ഫ്ലെക്സ് വെച്ച സംഭവത്തിൽ CPM അനുകൂല കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി TV അനുപമ ഇക്കാര്യം ആവശ്യപ്പെട്ട് പൊതുഭരണ വകുപ്പിന് കത്ത് നൽകി. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത് കോടതിയെ അറിയിക്കണമെന്നാണ് ആവശ്യം. കൊരട്ടി സ്വദേശിയും CPM പ്രവർത്തകനുമായ രാമകൃഷ്ണനെ കൊലപ്പെടുത്തിയ കേസിൽ RSS പ്രവർത്തകൻ വിനോഭായിയെ സുപ്രീംകോടതി വെറുതെ വിട്ടു. വിചാരണ കോടതിയും ഹൈക്കോടതിയും കുറ്റക്കാരനാണെന്ന് വിധിച്ച കേസിലാണ് സുപ്രീംകോടതി ജസ്റ്റിസ് അഭയ് ഓക അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി. 2010 നടന്ന കൊലക്കേസിലാണ് പ്രതിയെ വെറുതെ വിട്ടത്. ചോറ്റാനിക്കരയിൽ പെൺകുട്ടിയെ വീടിനുള്ളിൽ അവശനിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിനെതിരെ വധശ്രമത്തിനും ബലാത്സംഗത്തിനും കേസെടുത്ത് പോലീസ്.
ഒളിവിലായിരുന്ന തലയോലപ്പറമ്പ് സ്വദേശി അനൂപിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. മറ്റൊരാളുമായി അടുപ്പമുണ്ടെന്ന സംശയത്തിലായിരുന്നു ആക്രമണമെന്നാണ് പ്രതിയുടെ മൊഴി. പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ്. ഇന്ന് വിവാഹിതനാകാനിരുന്ന യുവാവ് ഇന്നലെ രാത്രിയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചു. കോട്ടയം കടപ്ലാമറ്റം സ്വദേശി ജിജോ ജിംസനാണ് MC റോഡിലെ കളിക്കാവിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചത്. ജിജോ സഞ്ചരിച്ച ബൈക്ക് ഒരു ട്രാവലറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. മുത്തലാഖ് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ വിവരങ്ങൾ തേടി സുപ്രീം കോടതി. മുത്തലാഖ് ചൊല്ലിയതിന് എത്ര മുസ്ലിം പുരുഷന്മാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, തുടർ നടപടികളെന്ത് തുടങ്ങിയ വിവരങ്ങൾ നൽകാൻ കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. മുത്തലാഖ് ചൊല്ലുന്നത് ക്രിമിനൽ കുറ്റമാക്കിയത് ചോദ്യം ചെയ്ത് കേരളത്തിൽ നിന്നുള്ള മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ നൽകിയ ഹർജികൾ പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചിന്റെ നിർദ്ദേശം. നീറ്റ് PG പ്രവേശനത്തിൽ താമസസ്ഥലം അടിസ്ഥാനമാക്കിയുള്ള സംവരണം തടഞ്ഞ് സുപ്രീം കോടതി. സംസ്ഥാന ക്വാട്ടയിൽ തദ്ദേശീയർക്ക് നൽകുന്ന സംവരണമാണ് തടഞ്ഞത്. ഇത്തരം സംവരണം ഭരണഘടന നൽകുന്ന തുല്യതയ്ക്കുള്ള അവകാശത്തിന്റെ ലംഘനമാണെന്ന് ജസ്റ്റിസ് ഹൃഷികേശ് റോഷ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് നിരീക്ഷിച്ചു. സംസ്ഥാന ക്വാട്ടയിലും മെറിറ്റിന്റെ അടിസ്ഥാനത്തിലുമാണ് പ്രവേശനം നടത്തേണ്ടതെന്ന് 3-അംഗ ബെഞ്ച് നിർദ്ദേശിച്ചു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. യമുന നദി വൃത്തിയാക്കി അതിലെ വെള്ളം കുടിക്കുമെന്ന് ഡൽഹിക്ക് വാക്ക് നൽകിയിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ യമുനയിലെ വെള്ളം കുടിക്കാൻ വെല്ലുവിളിച്ച് രാഹുൽ ഗാന്ധി. കെജ്രിവാൾ കപട വാഗ്ദാനങ്ങൾ നൽകുകയാണെന്നും ഇതാണ് കോൺഗ്രസും അരവിന്ദ് കെജ്രിവാളും തമ്മിലുള്ള വ്യത്യാസമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഭവാനിയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഹാകുംഭമേളയിൽ ഇന്നലെ പുലർച്ചെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 30 പേർക്ക് ജീവൻ നഷ്ടമായതായി പോലീസ്. 25 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ബാക്കിയുള്ള 5 പേരെ തിരിച്ചറിയാനുണ്ടെന്നും DIG വൈഭവ് കൃഷ്ണ പറഞ്ഞു. 10 പേർ മരിച്ചെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന റിപ്പോർട്ട്. എന്നാൽ പിന്നീട് മരണസംഖ്യ ഉയരുകയായിരുന്നു. 90 പേർക്കാണ് പരിക്കേറ്റതെന്നും DIG സ്ഥിരീകരിച്ചു. മഹാകുംഭമേളയ്ക്കെത്തുന്ന ഭക്തർ സ്വയം അച്ചടക്കം പാലിക്കണമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. തിരക്കൊഴിവാക്കാൻ സർക്കാരുമായി സഹകരിക്കണമെന്നും ഏറ്റവും അടുത്തുള്ള ഘട്ടിൽ മാത്രം സ്നാനം നടത്താൻ ശ്രമിക്കണമെന്നും എല്ലാവരും സംഗമത്തിലേക്ക് പോയി സ്നാനം ചെയ്യാൻ ശ്രമിക്കരുതെന്നും അദ്ദേഹം എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ ആവശ്യപ്പെട്ടു. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ കുടുംബങ്ങളോട് അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിലുണ്ടായ സംഭവത്തിൽ അതീവ ദുഃഖമുണ്ടെന്നും മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനം അറിയിക്കുന്നുവെന്നും അപകടത്തിൽ പരിക്കേറ്റവർക്ക് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും മോദി പറഞ്ഞു. പ്രശസ്തമായ മുംബൈ സിദ്ധിവിനായക് ക്ഷേത്രത്തിൽ ഡ്രസ് കോഡ് നിർബന്ധമാക്കി. ശരീരഭാഗങ്ങൾ പുറത്തു കാണിക്കുന്ന വസ്ത്രങ്ങൾക്കും കീറിയ ജീൻസിനും ഷോർട്ട് സ്കേർട്ടുകൾക്കും ക്ഷേത്രത്തിൽ വിലക്കേർപ്പെടുത്തി. പുതിയ ഡ്രസ് കോഡ് പാലിക്കാത്തവരെ അടുത്ത ആഴ്ച മുതൽ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കില്ല. ക്ഷേത്രത്തിന്റെ പവിത്രതയെ മാനിച്ചുകൊണ്ടാണ് പുതിയ തീരുമാനമെടുത്തതെന്ന് ക്ഷേത്രം ട്രസ്റ്റ് അറിയിച്ചു. ലഡാക്കിലെ തർക്കമേഖലയിൽ നിന്നും സേനാ പിന്മാറ്റം പൂർത്തിയായെങ്കിലും നിയന്ത്രണ രേഖയോട് ചേർന്ന് അടിസ്ഥാന സൌകര്യങ്ങൾ വിപുലീകരിക്കുന്നത് തുടർന്ന് ചൈന. ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമിടയിലുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിലുടനീളം സൈനിക പോസ്റ്റുകളും അതിനാവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങളും ചൈനീസ് സേന വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. US-ൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉയർന്ന വിലയുള്ള ചില സാധനങ്ങളുടെ തീരുവ ഇന്ത്യ കുറച്ചേക്കുമെന്ന് റിപ്പോർട്ട്. പ്രത്യേകതരം സ്റ്റീൽ, വില കൂടിയ മോട്ടോർ സൈക്കിളുകൾ, ഇലക്ട്രോണിക് വസ്തുക്കൾ എന്നിങ്ങനെയുള്ള സാധനങ്ങളുടെ ഇറക്കുമതി തീരുവയിൽ ഇന്ത്യ കുറവ് വരുത്തിയേക്കുമെന്ന് NDTV റിപ്പോർട്ട് ചെയ്തു. കൂടുതൽ സമ്പന്നവും ശക്തമായതുമായ ഒരു സംവിധാനത്തിലേക്ക് US മടങ്ങേണ്ട സമയമാണിതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കക്കാരുടെ ആദായ നികുതി ഒഴിവാക്കണമെന്ന വാദം ആവർത്തിച്ച ട്രംപ് വിദേശ പൌരന്മാർക്ക് നികുതി ചുമത്തിയും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് കൂടുതൽ താരിഫ് ഏർപ്പെടുത്തിയും US-നെ സമ്പന്നമാക്കാമെന്ന് വ്യക്തമാക്കി. തന്റെ ഭരണത്തിന്റെ ഭാഗമാകാൻ താൽപര്യമില്ലാത്ത ഫെഡറൽ ജീവനക്കാർക്ക് പിരിഞ്ഞു പോകാനുള്ള പാക്കേജ് പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 8 മാസത്തെ ശമ്പളം പിരിഞ്ഞു പോകുന്നവർക്കുള്ള അലവൻസായി നൽകുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ഫെഡറൽ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാനുള്ള വൈറ്റ് ഹൌസിന്റെ ഏറ്റവും പുതിയ നീക്കമാണിതെന്നാണ് റിപ്പോർട്ടുകൾ.
പുടിന് നേരെയുള്ള ഏതൊരു ആക്രമണവും വലിയ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്ന് റഷ്യൻ പാർലമെന്റ് സ്പീക്കർ വിയാചെസ്ലാവ് വൊളോദിൻ. പുതിനെ അപായപ്പെടുത്താനുള്ള നീക്കമുണ്ടാക്കുന്ന പക്ഷം ആണവ യുദ്ധത്തിന് വരെ സാധ്യതയുണ്ടെന്ന് വൊളോദിൻ കൂട്ടിച്ചേർത്തു. ജോ ബൈഡൻ ഭരണകൂടം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വധിക്കാൻ പദ്ധതിയിട്ടിരുന്നു എന്ന യുഎസ് മാധ്യമ പ്രവർത്തകൻ ടക്കർ കാൾസണിന്റെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിലാണ് ഈ പ്രതികരണം. തെക്കൻ സുഡാനിലുണ്ടായ വിമാനാപകടത്തിൽ ഇന്ത്യക്കാരനടക്കം 20 പേർ കൊല്ലപ്പെട്ടു. ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ വിമാനം റൺവേയിൽ നിന്ന് 500 മീറ്റർ അകലെ വീണാണ് തകർന്നത്. ഒരാൾ മാത്രമാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നാണ് അധികൃതർ വിശദമാക്കുന്നത്. 16 സുഡാൻ സ്വദേശികൾ, 2 ചൈനക്കാർ, ഒരു ഇന്ത്യക്കാരൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. 38ാം ദേശീയ ഗെയിംസിൽ നീന്തൽ താരം സാജൻ പ്രകാശിലൂടെ കേരളത്തിന് ആദ്യ മെഡൽ. 200 മീറ്റർ ഫ്രീ സ്റ്റൈൽ, 100 മീറ്റർ ബട്ടർഫ്ലൈ ഇനങ്ങളിൽ സാജൻ പ്രകാശ് വെങ്കലം നേടി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.